അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര കർണാടകയിലെ ഉള്ളാൽ എന്ന് പറഞ്ഞ പ്രദേശത്തെ ഉള്ളാൽ തങ്ങളെ മക്ബറയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മളിന്ന്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇത്തരത്തിലുള്ള മക്ബറ സന്ദർശനമൊന്നും കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരു രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ മക്ബറ സന്ദർശിക്കുന്നത്. ഒന്നാമത് ചിലപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്നാമത് അതൊക്കെയാണ് നമ്മൾ ഓരോ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ രണ്ടാമത്തെ മക്ബറയാണിത് സന്ദർശിക്കുന്നത്. അത് കർണാടകയിലുള്ള കാച്ചൂർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്തെ ഒരു മക്ബറ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത് നമ്മൾ സന്ദർശിക്കുന്ന ഉള്ളാൾ എന്ന് പറഞ്ഞിട്ടുള്ള തങ്ങളെ മക്ബറയിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇതാണ് കേട്ടോ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൻട്രൻസ് നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ കാണുന്നൊരു വേൻ കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് മതപരമായിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും പിന്നെ അതുപോലെ പള്ളി, മദ്രസ, ദർസ് അത്തരത്തിലുള്ള സംഭവങ്ങൾ, എത്തിയും കുട്ടികളൊക്കെ പരിപാലിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും എല്ലാം ഇവിടെ ഇവർ ഈ കമ്മിറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്നതൊക്കെ കന്നഡയിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ യൂട്യൂബിലും ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. മഹാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കറാമത്തുള്ള ഒരു മഹാനാണ് കേട്ടോ ഇവിടെ. സയ്യിദ് മദനി തങ്ങൾ എന്നാണ് ഇവിടെ മക്ബറയിലുള്ള തങ്ങളെ നെയിം വരുന്നത്. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു കിണർ കണ്ടിട്ടുണ്ട്. കിണറിൻ്റെ ഒരുപാട് പൈസ ഇടുന്നുണ്ട്, നേർച്ച പൈസ. പിന്നെ അതാ ഈ മഹാൻ്റെ മക്ബറയിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ചകൾ നേരുന്നുണ്ട്. ഞങ്ങൾ വന്ന് ഓൾറെഡി പ്രാർത്ഥിച്ച് പോയതിന് ശേഷമുള്ള ബാച്ചാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊരുപാട് പഴക്കമുള്ളൊരു മക്ബറയും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സിയാറത്തൊക്കെ ചെയ്ത് യാസീനെല്ലാം ഓതി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ട് മുന്നോട്ട് വന്ന് ഒരു ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയാണ് കേട്ടോ. പള്ളീൻ്റെ ഉൾഭാഗമാണിത്. ഇവിടുന്ന് ഞങ്ങൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കുളം. ഇതുണ്ടോ, സ്റ്റെപ്പായിട്ട് എന്താ പറയുക കുളം. പിന്നെ അതുപോലെ ഇതാണ്ടില്ലേ ഒരുപാട് പൂട്ടുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ മേലൊക്കെ ഇട്ട് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ കുളത്തിൽ വലിയ വലിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡാണ് ഈ ഏരിയ. ഒരുപാട് രോഗികളും കാലിന് വയ്യാത്തതും പിന്നെ അംഗവൈകല്യമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഏരിയയിൽ ഒരുപാടുണ്ട്. കുറേ ആൾക്കാരെ അവർ സഹായിക്കുന്നുണ്ട്. നമ്മളും അവർ ചെറിയ രൂപത്തിലുള്ള നമ്മളും കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തെന്ന് വലിയ ആളായി പറയല്ലോ കേട്ടോ. ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. പിന്നെ ആ കുളത്തിൻ്റെ കുളമുള്ള ഭാഗത്തിൻ്റെ ഫുൾ ഏരിയ ഉണ്ടത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെങ്കല്ലിട്ടിട്ട് കെട്ടിയിട്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടില്ല നിങ്ങൾ, ഇവിടെ നമുക്ക് ഉള്ളെടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് യത്തീം കുട്ടികളെ ഇവർ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കോംപ്ലക്സുകൾ യത്തീം കുട്ടികളും പിന്നെ ഇപ്പം ഇല്ലാത്തവരൊക്കെ ഇവർ കൊണ്ടുവന്ന് ഇവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ടും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും അവരെ നല്ല ഭാവി ഉഷാറാക്കിയിട്ട് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇവർ. പിന്നെ ഒരുപാട് ഫാമിലീസും പിന്നെ അതുപോലെ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാനും പിന്നെ ഇതിനൊക്കെ ആൾക്കാർ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ബസ്സിലൊക്കെ ആണ് നോർത്തുനിന്നും പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡ് പിന്നെ അതുപോലെ തമിഴ്നാട്, നമ്മൾ കേരളം എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ എത്തുന്നുണ്ട് ഇവിടെ. അതിൽ ഈ പോകുന്ന ബസ് കംപ്ലീറ്റ് തീർത്ഥാടകരാണ്, സിയാർത്ത് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് പള്ളീൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ.
ഇതിൻ്റെ സൈഡിലാണ് ലേഡീസിൻ്റെ ഒക്കെ പ്രാർത്ഥന പ്ലേസ് വരുന്നത്. പിന്നെ നമ്മൾ പോയ സമയം എന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായി പോയി. ഈവനിങ് ടൈമാണ് അവിടെ എത്തിയത്. അതാണ് കുറച്ച് ഇങ്ങനെ ഇരുണ്ട് പോയത്. ഈ ഭാഗമൊക്കെ 5 മണിയായിട്ടുണ്ടായിരുന്നു, സൂര്യാസ്തമയമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കിണർമലൊക്കെ കാണുന്നുണ്ട്, കുറേ പൂട്ടുകളുണ്ട്, പൂട്ടി വെച്ചിട്ടുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ കച്ചവടക്കാരുണ്ട് ഇവിടെ. ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാനുണ്ട് ഒരു വാഴക്കുളങ്ങിയും പിന്നെ അതുപോലെ ഒരു ചെറിയ തേനും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വല്യപ്പ ഞങ്ങളെ കണ്ടോണ്ട് ഞങ്ങൾ വാങ്ങിയതാണത്. പിന്നെ അതൊരു കൊറ്റനാട് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് ഇവിടുന്ന്. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്, വേറെ എൻട്രൻസ് ആണ് കേട്ടോ അത്. ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗവും പിന്നെ കബറുകളാണ് കേട്ടോ. അത്രത്തോളം കബറുകൾ സ്ഥിതിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ ഏരിയയിലും. ഞാൻ വീഡിയോ എടുത്തിരുന്നു, പിന്നെ അത് ഞാൻ ഒഴിവാക്കി. ഇത് നമ്മളെ വൈഫ് പിന്നെ ഈ അത്തറുവാണെന്ന് പറഞ്ഞു, കുട്ടികൾക്ക് വരണം നല്ലൊരു നമ്പറോ എന്താ പറഞ്ഞത്, അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ പള്ളീൻ്റെ. നമ്മൾ സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്ത് നിന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഉള്ളാളെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളാൾക്ക് സൈഡിലേക്ക് അതിൻ്റെ ഫ്രണ്ട് കുറച്ചൊന്ന് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ചുണ്ട്. പിന്നെ അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണ് ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ